ഹരേ കൃഷ്ണ. അദ്ദേഹത്തിൻ്റെ ജനനം പോലും സംഭവിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ചൈതന്യ മഹാപ്രഭു ആ പരമ വൈഷ്ണവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ആനന്ദ നൃത്തത്തിൽ മുഴുകി. നിങ്ങൾക്കറിയാമോ ആ ഭക്തൻ ആരാണെന്ന്? ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ബംഗ്ലാദേശിലെ പദ്മ നദീ തീരത്തുകൂടി യാത്ര ചെയ്യവേ നരോത്തം നരോത്തം എന്നുറക്കെ വിളിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൂടെ ഉണ്ടായിരുന്ന ഭക്തർ ചിന്തിച്ചു, ആരാണ് ഈ നരോത്തം? പിന്നീട് അവർക്ക് മനസ്സിലായി മഹാപ്രഭുവിൻ്റെ ഒരു ലീല ഇവിടെ നടക്കുകയാണെന്ന്. മഹാപ്രഭു അവർക്ക് പറഞ്ഞു നൽകി, എൻ്റെ പ്രിയ ഭക്തനായ മഹാപുരുഷൻ നരോത്തം ഇവിടെ അവതരിക്കുവാൻ പോകുന്നു. മഹാപ്രഭു പദ്മ നദിയിലിറങ്ങി. അപ്പോൾ നദിയിൽ വലിയ അലകൾ ഉയർന്നു പൊങ്ങി. കാറ്റടിച്ചു. നദി വ്യക്തിരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് സേവനമാണ് ചെയ്യേണ്ടതെന്ന് മഹാപ്രഭുവിനോട് ആരാഞ്ഞു. മഹാപ്രഭു പറഞ്ഞു, എൻ്റെ പ്രേമഭക്തി ഇവിടെ സൂക്ഷിക്കൂ. എപ്പോഴാണോ എൻ്റെ പ്രിയ ഭക്തനായ നരോത്തം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ഈ ദിവ്യമായ ഉപഹാരം അദ്ദേഹത്തിന് നൽകൂ. അപ്പോൾ നദി ചോദിച്ചു, ഞാൻ എങ്ങനെ നരോത്തമിനെ തിരിച്ചറിയും? അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, എപ്പോഴാണോ നരോത്തം ഈ നദീജലത്തിൽ സ്പർശിക്കുന്നത്, അപ്പോൾ ഇപ്പോഴുണ്ടായതുപോലെ തന്നെ വലിയ കാറ്റും അലകളും ഉണ്ടാകും. അതിലൂടെ അദ്ദേഹത്തെ നിനക്ക് തിരിച്ചറിയാനാകും. നരോത്തം ദാസ് ഠാക്കൂർ ബംഗ്ലാദേശിലെ രാജ്ഷാഹി ജില്ലയിലെ ഗോപാൽപുര എന്ന പ്രദേശം ഭരിച്ചിരുന്ന രാജാവായ കൃഷ്ണാനന്ദ ദത്തയുടെയും നാരായണി ദേവിയുടെയും പുത്രനായി 1520 മാഘമാസത്തിലെ പൗർണമിയിലാണ് അവതരിച്ചത്. അദ്ദേഹം അവതരിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾക്ക് സ്വപ്നത്തിൽ തങ്ങളുടെ പുത്രന് നരോത്തം എന്ന നാമകരണം ചെയ്യണമെന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നു. അങ്ങനെ നരോത്തം ദാസ് ഠാക്കൂർ അവതരിച്ചു. ചോറൂണിൻ്റെ സമയത്ത് അന്നം സ്വീകരിക്കാൻ തയ്യാറാകാത്ത കുട്ടി അതേസമയം അവിടെ എത്തിയ വൈഷ്ണവ ഭക്തൻ നൽകിയ ഭഗവാൻ കൃഷ്ണന്റെ പ്രസാദം വളരെ ഉത്സാഹത്തോടെ സ്വീകരിക്കുന്നത് കണ്ട് മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു. എല്ലാ വേദശാസ്ത്രങ്ങളിലും സംസ്കൃതത്തിലുമുള്ള പ്രാഗൽഭ്യം ഗുരുവിനെ പോലും അത്ഭുതപ്പെടുത്തി. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള കൃഷ്ണദാസ് എന്ന വൈഷ്ണവ ഭക്തനിൽ നിന്നും മഹാപ്രഭുവിന്റെ ലീലകൾ കേട്ടറിഞ്ഞ് മഹാപ്രഭുവിന്റെ ചരണങ്ങളിൽ സ്വന്തം ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം മഹാപ്രഭുവിന്റെ അടുത്തെത്തി സേവനം ചെയ്യുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ഒരിക്കൽ പുരിയിൽ നിന്നും മടങ്ങിയ വൈഷ്ണവരിൽ നിന്നും മഹാപ്രഭുവിന്റെ തിരോഭാവത്തെക്കുറിച്ച് അറിഞ്ഞ നരോത്തം വളരെ വിഷമത്തിൽ ആണ്ടുപോയി. കൃഷ്ണദാസ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, വലുതാകുമ്പോൾ വൃന്ദാവനത്തിലെത്തി ഗോസ്വാമിമാരുടെ സേവനം ചെയ്യൂ. അവർ മഹാപ്രഭുവിൽ നിന്നും വിഭിന്നരല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ചിന്ത എപ്പോൾ വലുതാകും, എപ്പോൾ വൃന്ദാവനത്തിലെത്തും, എപ്പോൾ രൂപസനാതന ഗോസ്വാമിമാരെ കാണും എന്നായി. അദ്ദേഹത്തിന് 12 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ നിത്യാനന്ദ പ്രഭു സ്വപ്ന ദർശനത്തിൽ പറഞ്ഞു, പദ്മാ നദിയിലിറങ്ങി കുളിക്കൂ, അപ്പോൾ നിനക്ക് കൃഷ്ണപ്രേമം ലഭിക്കുമെന്ന്. കുട്ടിക്കാലം മുതൽ ജ്യോതിഷന്മാരുടെ നിർദ്ദേശത്താൽ അദ്ദേഹത്തെ നദിയിൽ ഇറക്കാതെയാണ് വളർത്തിയത്. അദ്ദേഹം ആരും അറിയാതെ പദ്മാ നദിയിൽ ഇറങ്ങിയ സമയത്ത് വലിയ കാറ്റും അലകളും നദിയിൽ രൂപപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ പ്രവേശിച്ചതുപോലെ ഒരു അനുഭൂതി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ശ്യാമനിറം സുവർണ നിറമായി മാറി. ഗൗരംഗ ഗൗരംഗ എന്ന് പറഞ്ഞ് നിർത്താതെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവന് പുതിയ പരിവർത്തനം ഉണ്ടായി. എങ്ങനെയും വൃന്ദാവനത്തിൽ എത്തണമെന്നായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എല്ലാ സുഖസൗകര്യങ്ങളിൽ നിന്നും വിരക്തനായി മാറി. മഹാപ്രഭു സ്വപ്നദർശനത്തിൽ വന്ന് അദ്ദേഹത്തോട് വൃന്ദാവനത്തിൽ പോകുവാനും ലോക്നാഥ് ഗോസ്വാമിയിൽ നിന്നും ദീക്ഷയെടുക്കാനും നിർദ്ദേശിച്ചു. അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിലേക്ക് യാത്രയായി. തുടർച്ചയായി നടന്നു തളർന്ന അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു സ്വയം ഒരു ബ്രാഹ്മണ കുട്ടിയുടെ രൂപത്തിൽ വന്ന് പാത്രത്തിൽ പാൽ നൽകി. അത് സ്വീകരിച്ച് തളർച്ച മാറിയ അദ്ദേഹം മധുരയിൽ എത്തിച്ചേർന്നപ്പോൾ രൂപ സനാതന ഗോസ്വാമിമാരുടെ തിരോഭാവത്തെക്കുറിച്ച് അറിഞ്ഞു. എൻ്റെ ജീവിതം വെറുതെയായി, ഇനി എങ്ങനെ അവരുടെ സേവനം ചെയ്യും എന്ന് വിചാരിച്ച് കരഞ്ഞ അദ്ദേഹത്തിന് രൂപ സനാതന ഗോസ്വാമിമാർ പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകിക്കൊണ്ട് പറഞ്ഞു, പ്രിയ നരോത്തം, അങ്ങയുടെ വരവിനായി വൃന്ദാവനം കാത്തിരിക്കുകയാണ്. മഹാപ്രഭുവിൻ്റെ പ്രത്യേക ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നതിനായാണ് അങ്ങ് അവതരിച്ചിട്ടുള്ളത്. ജീവ ഗോസ്വാമിയെയും ലോക്നാഥ് ഗോസ്വാമിയെയും ചെന്ന് കാണൂ. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിലെത്തി ശ്രീ ഗോവിന്ദന്റെ മന്ദിരത്തിൽ ജീവ ഗോസ്വാമിയെ കണ്ടു. ലോക്നാഥ് ഗോസ്വാമി ആർക്കും ദീക്ഷ നൽകുകയില്ല എന്ന വ്രതത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ താൻ മനസ്സിൽ അദ്ദേഹത്തെ ഗുരുവായി പ്രതിഷ്ഠിച്ചതാണ്. അതിനാൽ ഗുരുവിൻ്റെ സേവനം ചെയ്യുവാൻ തീരുമാനിച്ചുകൊണ്ട് ലോക്നാഥ് ഗോസ്വാമിയെ ചുറ്റിപ്പറ്റി നടന്നെങ്കിലും
സേവനമൊന്നും ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലോക്നാഥ് ഗോസ്വാമി പ്രാതകാലത്ത് ശൗചത്തിനായി പുറത്തു പോകുന്നത് നരോത്തം ശ്രദ്ധിച്ചു. പിന്നീട് എല്ലാ ദിവസവും അദ്ദേഹം ശൗചത്തിനായി എത്തുന്ന സ്ഥലം വൃത്തിയാക്കി വെച്ചുകൊണ്ടിരുന്നു. ആഴ്ചകൾ കഴിഞ്ഞു. ഒരിക്കൽ ലോക്നാഥ് ഗോസ്വാമി ഇതാരാണ് ചെയ്യുന്നതെന്ന് അറിയാനായി മറിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ നരോത്തം അവിടെ എത്തി വൃത്തിയാക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം നരോത്തമിനോട് ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നത്? ഒരു രാജകുമാരനായി നീ ഇങ്ങനെ ചെയ്യുവാൻ പാടുണ്ടോ? നരോത്തമിന്റെ വിനമ്രതയും സേവന മനോഭാവവും ലോക്നാഥ് ഗോസ്വാമിയുടെ ഹൃദയത്തെ കീഴടക്കി. ഒടുവിൽ അദ്ദേഹം ദീക്ഷ നൽകുവാൻ തീരുമാനിച്ചു. ലോക്നാഥ് ഗോസ്വാമിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച ശേഷം ജീവ ഗോസ്വാമിയിൽ നിന്നും ഭക്തിശാസ്ത്രങ്ങൾ പഠിച്ചു. അവിടെ വെച്ച് ശ്രീനിവാസ ആചാര്യൻ, ശ്യാമാനന്ദ പണ്ഡിറ്റ് എന്നിവരുമായി സൗഹൃദത്തിലായി. അവരുടെ 3 പേരുടെയും ശിക്ഷണം പൂർത്തിയാക്കിയ ശേഷം ജീവ ഗോസ്വാമി ഗോസ്വാമിമാരുടെയും മറ്റ് വൈഷ്ണവ ആചാര്യന്മാരുടെയും സമ്മേളനത്തിൽ ഗ്രന്ഥങ്ങളുടെ രചന പൂർത്തീകരിച്ച വിവരം അറിയിച്ചു. ആ ഗ്രന്ഥങ്ങളുടെ പ്രചരണത്തിനായി നരോത്തം ദാസ് ഠാക്കൂറിനെയും ശ്യാമാനന്ദ പണ്ഡിറ്റിനെയും ശ്രീനിവാസ ആചാര്യനെയും ഏൽപ്പിച്ചു. ഗുരുവായ ലോക്നാഥ് ഗോസ്വാമിയെ പിരിയാനും വൃന്ദാവനം ഉപേക്ഷിക്കുവാനും സാധിക്കുമായിരുന്നില്ല എങ്കിലും മഹാപ്രഭുവിന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിനായി തിരികെ ഖേത്തൂരിൽ എത്തുകയും വിപുലമായ പ്രചരണം നടത്തുകയും ചെയ്തു. നരോത്തം ദാസ് ഠാക്കൂറിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് വലിയ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യരായി മാറി. ഖേത്തൂരിയിൽ വെച്ച് അദ്ദേഹം ഏറ്റവും വലിയ ഗൗരപൂർണിമ ഉത്സവം നടത്തി. വൃന്ദാവനത്തിൽ നിന്നും ജഗന്നാഥ് പുരിയിൽ നിന്നും നവദ്വീപിൽ നിന്നുമെല്ലാം മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തരും എത്തി. ഇങ്ങനെ ഒരു ഉത്സവം ഇതുവരെ നടന്നിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എത്തിച്ചേർന്ന അസംഖ്യം ഭക്തജനങ്ങൾ നൃത്തം ചെയ്തു, സങ്കീർത്തനം ചെയ്തു, ഭക്തിരസത്തിൽ മുഴുകി. എല്ലാ വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠ അവിടെ നടത്തി. നരോത്തം ദാസ് ഠാക്കൂറിന്റെ അതീന്ദ്രിയമായ സങ്കീർത്തനം ഗോലോക വൃന്ദാവനം വരെ എത്തി. എല്ലാവരും സങ്കീർത്തനത്തിൽ മുഴുകി. അവിടെ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഷഡ് ഗോസ്വാമിമാരും പ്രകടമായി. നൃത്തത്തിൽ മുഴുകി. വാക്കുകളാൽ വർണ്ണിക്കാനാകാത്ത ആനന്ദം എല്ലാവർക്കും അനുഭവപ്പെട്ടു. ഈ ഉത്സവം ഗൗഡീയ തത്വചിന്തകളെ ഏകീകരിക്കുന്നതിന് സഹായിച്ചു. ബംഗാളി ഭാഷയിൽ നരോത്തം ദാസ് ഠാക്കൂർ രചിച്ച കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഉയർന്ന ഭക്തിഭാവമാണ്. അദ്ദേഹം രചിച്ച പ്രാർത്ഥനകളായ ശ്രീ രൂപമഞ്ജരി പദ, ശ്രീ ഗുരു ചരണപത്മ തുടങ്ങിയവ എല്ലാ ഹരേകൃഷ്ണ ക്ഷേത്രങ്ങളിലും ആലപിക്കുന്നു. രാധാകൃഷ്ണ പ്രാണമോർ, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു, ഹരിഹരായ നമ, ജയ അണിലോ പ്രേമധന, നിതായ് പദ കമല തുടങ്ങിയ അതിമധുരമായ ഒട്ടനവധി കീർത്തനങ്ങൾ അദ്ദേഹത്താൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രേമഭക്തി ചന്ദ്രിക, പ്രാർത്ഥന എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ വേദങ്ങളുടെ സാരാംശങ്ങളായാണ് ശ്രീല പ്രഭുപാദജി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീല പ്രഭുപാദജിയുടെ ശ്രീമദ് ഭാഗവതത്തിലെ ഭാവാർത്ഥത്തിലെല്ലാം ഈ കീർത്തനങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ നിത്യലീലയിൽ രൂപമഞ്ജരിയുടെ സഹായിയായ ചെമ്പകമഞ്ജരിയായിട്ടാണ് അദ്ദേഹം സേവനം ചെയ്യുന്നത്. ശ്രീമതി രാധാറാണിക്കും ഗോപികമാർക്കും പാൽ എത്തിച്ചു നൽകുക എന്ന സേവനമാണ് പ്രധാനമായും ചെമ്പകമഞ്ജരി അനുഷ്ഠിക്കുന്നത്. ഇന്ന് ആ പരമവൈഷ്ണവനായ ശ്രീല നരോത്തം ദാസ് ഠാക്കൂറിൻ്റെ തിരുവഭാവ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമുക്ക് അദ്ദേഹത്തോട് ഗുരുപരമ്പരയുടെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും സേവനം ചെയ്യാനുള്ള അവസരങ്ങളും കഴിവുകളും ഉത്സാഹവും എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.